ശരീരത്തിലെ ആ ചെളി ദിവസങ്ങളായി എത്രയോ കാലങ്ങളായി കുളിച്ചിട്ടേ ഇല്ല. ആ ശരീരത്തിലെ ചെളിയൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ ഇടിച്ചു കൊടുത്ത പൂണൂല് തെളിഞ്ഞു കാണുന്നത്. വലിയ സന്തോഷമായി എന്നാണ്. അപ്പോൾ കുളിക്കാറില്ലെങ്കിലും അദ്ദേഹം എന്ത് മുടക്കില്ല, ബ്രഹ്മത്തിൽ നിറഞ്ഞിരിക്കുകയാണ് അല്ലേ. ജപം മുടക്കാറില്ല. നമ്മൾ 5 നേരം 6 നേരം കുളിക്കും, പക്ഷെ എന്തില്ല, നമുക്ക് മറ്റേ പരിപാടിയില്ല അല്ലേ. അതാണ് നമ്മുടെ ദോഷം. ഇപ്പോൾ എത്ര നേരം കുളിച്ചു, എത്ര പ്രാവശ്യം ഈ കുളത്തിൽ മുങ്ങി ഈറിനോട് കൂടിയാണ് പെരുവാഴ്ത്തപ്പനെ തൊഴാൻ പോയത്, ഭഗവാൻ നോക്കാറില്ല. ഈറിനോട് കൂടി വന്നല്ലേ, എന്നാൽ ഇരിക്കട്ടെ അനുഗ്രഹം, അങ്ങനെ ചെയ്യാറ് പതിവില്ല. നീ കുളിച്ചിട്ടുണ്ടോ എന്നല്ല ഭഗവാൻ നോക്കുക, നിൻ്റെ മനസ്സ് എന്നെ സ്നേഹിക്കുന്ന മനസ്സുണ്ടോ, എന്നെ ചിന്തിക്കുന്നുണ്ടോ നീ, അത് മാത്രമേ ഭഗവാൻ നോക്കാറുള്ളൂ. ഇവിടെ നിരന്തരമായിട്ട് ഭഗവാനിലേക്ക് ധാര പോലെ മനസ്സങ്ങനെ ഒഴുകി നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് പിന്നെ ഇപ്പം എന്തിനാണ് കുളിക്കുന്നത്, എന്തിനാ ഈ വൃത്തിയായിട്ട ശരീരത്തിന് എത്ര മുക്കിയെടുത്താലും ഇതിൻ്റെ ഉള്ളിൽ കൂടി കിടക്കുന്ന സാധനങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കില്ല അല്ലേ. അത്രയും വൃത്തിയായിട്ട സാധനങ്ങൾ, മാംസമുണ്ട്, രക്തം, കൃമി എന്ന് വേണ്ട മലമൂത്രങ്ങളും എല്ലാം നിറഞ്ഞിരിക്കുന്ന പിത്തവും കഫവും വാദവും എല്ലാം നിറഞ്ഞിരിക്കുന്ന ഈ ശരീരത്തിനാണ് നമ്മൾ സുന്ദരനും സുന്ദരിയായിട്ട് പറയുക. അത് അദ്ദേഹത്തിന് നല്ല ബോധമുണ്ട്. ഇത്രയും വൃത്തിയായിട്ടതായിരിക്കുന്ന ഈ ശരീരം എത്ര പ്രാവശ്യം കുളത്തിലോ സമുദ്രത്തിലോ കൊണ്ട് മുക്കിയാലും ഇത് ശുദ്ധമാവില്ല എന്നറിയാം. പിന്നെ എന്തിനാണ് ശുദ്ധമാക്കേണ്ടത്, അത് മനസ്സിനെയാണ്. മനസ്സിനെ ശുദ്ധമാക്കാൻ എന്ത് വേണം, അതിനൊരു മാർഗം മാത്രമേ ഉള്ളൂ. എന്തും പറയുവാൻ പൊന്തുന്ന നാവേ നീ ഇന്നു പാടുമോ നാരായണ. ആ നാരായണ നാമം കൊണ്ട് മാത്രമേ നമ്മുടെ നാക്കും നമ്മുടെ വാക്കുകളും നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ജീവിതവും എല്ലാം 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 ശുദ്ധമായിട്ട് മാറുകയുള്ളൂ. അത് ശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിനെ രാത്രി ആയപ്പോഴേക്കും ചുവന്ന മാല അണിയിച്ചു, നല്ല ചുവന്ന പട്ട കുടിപ്പിച്ച് അവസാനത്തെ അത്താഴമൊക്കെ കൊടുത്തുകൊണ്ട് ഭദ്രകാള്യാ പുരത ഉപവേശയാമാസു. അദ്ദേഹത്തിനതാ എതിരേറ്റ് കൊണ്ടുപോയി താലപ്പൊലിയും വാദ്യമേളങ്ങളോടുകൂടി ഭരതയോഗീശ്വരനെ അതിഭയാനകമായിരിക്കുന്ന ഭദ്രകാളിയുടെ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ബലിപീഠത്തിൽ വെട്ടാനായിട്ട് അദ്ദേഹത്തിനെ കൊണ്ടങ്ങോട്ട് ഇരുത്തി. അദ്ദേഹം ആ ഭദ്രകാളി വിഗ്രഹത്തിലേക്ക് അങ്ങനെ നോക്കിയിരിക്കണു. വലിയ ദംഷകളും കടിച്ചു പിടിച്ച നാവും തുറിച്ച കണ്ണുകളും തലയോട്ടി മാലകളും അനവധി കൈകളിൽ വിവിധങ്ങളായിരിക്കുന്ന ആയുധങ്ങളും, അങ്ങനെ അതിഭയാനകമായിരിക്കുന്ന ഭദ്രകാളി വിഗ്രഹം കണ്ടിട്ട് ആ ഭരതയോഗീശ്വരന് അല്പമെങ്കിലും ഭയം തോന്നണ്ടേ. കാരണം എന്താ, ഭയത്തിനും അതീതമായിരിക്കുന്ന തൻ്റെ കണ്ണനായിരിക്കുന്നത്. അദ്ദേഹം കാണുന്നതെല്ലാം കാളിയായിട്ടല്ല കാണുന്നത്. പിന്നെയോ എൻ്റെ ഉണ്ണികൃഷ്ണൻ ഇതായിരിക്കണു, അമ്മയുടെ കയ്യിലിരിക്കുന്ന വാളിനെ കണ്ടിട്ട് അദ്ദേഹം ഓടക്കൊള്ളായിട്ട് കണ്ടു. അപ്പോൾ പിന്നെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ അല്ലേ. നമുക്കൊക്കെ ഭയം അങ്ങനെയാണ്. പൂന്താനം അങ്ങനെയായിരുന്നു. കൊടുങ്ങല്ലൂർ വന്നിട്ട് പൂന്താനം പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം എന്ന് പറഞ്ഞ് വീണങ്ങോട്ട് നമസ്കരിച്ചു. എത്ര അവിടെ പൂജ കഴിക്കുന്ന അടികളൊക്കെ കളിയാക്കിയെന്നാണ്. നമ്പൂരി ഇത് ഇവിടെ കുരുമ്പയാണ്, ഇവിടെ ഭദ്രകാളിയാണ്. ഇവിടെ വന്നിട്ടാണോ പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകി എന്നൊക്കെ പറയണത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഗുരുവായൂരപ്പന ഇവിടെ അമ്മയുടെ രൂപത്തിലിരിക്കണതെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും തോന്നണ്ടേ, എൻ്റെ ഗുരുവായൂരപ്പൻ എന്താ ഇവിടെ അമ്മയുടെ രൂപത്തിൽ എനിക്ക് ദർശനം തരണു, അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും തോന്നണില്ല എന്നാണ്. ആ കൊടുങ്ങല്ലൂരമ്മയെ കൃഷ്ണനായിട്ട് കണ്ട ആളാണ് പൂന്താനം. എന്നാലോചിച്ച് നോക്കിക്കോളൂ, നമ്മുടെ മനസ്സ് എവിടെ കിടക്കുന്നു അല്ലേ. നമ്മൾ എത്രയോ ദൂരെയാണ്. ഓരോരോ കഥകളും നമ്മൾ കേൾക്കുമ്പോൾ, ഓരോന്നും നമ്മൾ വായിക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ അറിയാണ്ട് ഗുരുവായൂരപ്പ ഞാൻ എത്തില്ല കേട്ടോ, ഈ ജന്മത്തിൽ നിന്നല്ല എത്ര 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 ജന്മം കഴിഞ്ഞാലും എനിക്കറിയാൻ സാധിക്കില്ല എന്ന് നമ്മൾ അറിയണപ്പോഴാണ്. ഈ മഹാത്മാക്കളെക്കുറിച്ച് അറിയുമ്പോൾ, മഹാത്മാക്കളുടെ പാതകളിൽ കൂടി പോകുമ്പോൾ അപ്പോഴാണ് നമ്മൾ അറിയണത് ദൂരെ 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 ഒരിക്കലും അടുക്കാൻ പറ്റില്ല നമ്മളെന്നറിയാം. ഇപ്പം നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണം എന്താണെന്ന് നമുക്കിപ്പോൾ പിടികിട്ടില്ലേ. ഈശ്വരങ്കിലേക്ക് എത്താൻ നമ്മൾ ഒരു മാർഗമായിട്ടില്ല എന്നാണ്. നമ്മൾ ശ്രീലകത്തും കാണുന്ന വിഗ്രഹം മാത്രം ഈശ്വരനായിട്ട് കാണുമ്പോൾ ഇതേപോലുള്ള മഹാത്മാക്കൾ കാണുന്നതെല്ലാം യാതൊന്നു കാൺമതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ. കാണുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും എല്ലാം 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 ഗുരുവായൂരപ്പ അതെല്ലാം നീ തന്നെ. ആ ഒരു മനസ്സുണ്ടാവണ്ടേ. അതുകൊണ്ട് അദ്ദേഹം ഭദ്രകാളിയെ കണ്ടില്ല. അവിടെ ഇരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ ഞങ്ങളെ കണ്ടു. അത്ര കണ്ണം പുഞ്ചിരിച്ചുകൊണ്ട് വേണു കാണും ഒഴുക്കി ഇരിക്കുന്നതായിട്ട് കണ്ടാൽ പിന്നെ എവിടെയാ അദ്ദേഹത്തിന് ഭയം. ഉള്ളിലുള്ളത് അല്ലേ പുറത്തേക്ക് വരിക അല്ലേ. ഉള്ളിൽ കാണുന്നതാണ് പുറത്തേക്ക് കാണാൻ സാധിക്കുക. ഉള്ളിൽ മുഴുവനും പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപമാണ്. പീലികൾ തിരുകിയ
കാമുകിൽ കെട്ടും നൽപൊന്നേല സൂക്കിലുങ്ങിടും അറയിൽ മഞ്ഞപ്പട്ടും ചെന്തളിർ കയ്യിലോരു പൊന്നോടക്കുഴലും ഹന്ത കൈ തൊഴാം തൊഴാം അമ്പാടി മണി കുഞ്ഞേ ഹന്ത കൈ തൊഴാം തൊഴാം അമ്പാടി മണി കുഞ്ഞേ. വേണുഗാനം മുഴുക്കിയിരിക്കുന്ന കണ്ണനെ ഭദ്രകാളി വിഗ്രഹത്തിൽ കണ്ടാൽ പിന്നെ എങ്ങനെയാണ് പേടിക്കുക അദ്ദേഹത്തിന് നല്ല നിശ്ചയമുണ്ട്. എൻ്റെ കണ്ണനാ ഈ അമ്മയുടെ രൂപത്തിൽ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ നാരായണ ജപിച്ചിരിക്കുന്ന അദ്ദേഹത്തിന് ഇതാ വെളിച്ചപ്പാടന്മാർ സമയമായി കഴിഞ്ഞപ്പോഴേക്കും ഇതാ അതിഗംഭീരമായിരിക്കുന്ന ശബ്ദത്തോടു കൂടി സാക്ഷാൽ ബ്രഹ്മക്ഷിസുതസ്യ നിർവൈരസ്യ സർവഭൂതസൂത സൂണായാം അപ്യമനനുതമത ആലംബനം തതുപലഭ്യ ബ്രഹ്മതേജസ അതിദുർവഷേണ ദന്തക്ഷ്യമാനേന വപുഷ സസോച്ചാട സൈവദേവീ ഭദ്രകാളി. ആ വാളും ചെലമ്പും ഒക്കെ എടുത്തുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് ആ വെളിച്ചപ്പാടന്മാർ ഒറഞ്ഞു തുള്ളിക്കൊണ്ട് ആ ഭരതയോഗീശ്വരൻ്റെ കഴുത്തിനെ വെട്ടാൻ അങ്ങോട്ട് ഒങ്ങിയപ്പോഴേക്കും അതിനേക്കാൾ അണ്ടകടാഹങ്ങൾ പൊട്ടുമാഹ ഒരലർച്ചയും ഒരു ശബ്ദം അങ്ങോട്ട് കേട്ടു. ആ ശ്രീലകത്തിൽ നിന്ന് അരമണികളും കിങ്ങിണികളും എല്ലാം ആ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന ചിലങ്കയൊക്കെ ശബ്ദം ഉണ്ടാക്കുന്ന ആ വാളിൻ്റെ ശബ്ദങ്ങളും എല്ലാം കേട്ടുകൊണ്ട് ആ ഭദ്രകാളി ദേവി ആ വിഗ്രഹത്തിന് പുറത്തേക്ക് അങ്ങോട്ട് ചാടി കോടാനുകോടി ഭൂതഗണങ്ങൾ ഇതാ അതേപോലെ തന്നെ കാളികളും കൂളികളും എല്ലാവരും അങ്ങോട്ട് നിറഞ്ഞു എന്ന് മാത്രമല്ല നിമിഷ നേരം കൊണ്ട് ഇവിടെ പറഞ്ഞു ഭമർഷം അമർഷരോഷാവേശരഭത വിലസിത കുടിവിടപ കുടില ദംഷാരുണേക്ഷണാടോദഭതി ഭയാനകവദന ഹന്തുകാമേ വേദ മഹാ അട്ടഹാസമതി സംരംഭേണ വിമുഞ്ചന്തി തത ഉൽപ്പത്യ പാപീയ സാന്ദുഷ്ടാണം തേനേവ അസിനാവൃഷ്ണശീർഷ്ണാംകളാൽ. അതാ അമ്മതാ തൻ്റെ കയ്യിലിരിക്കുന്ന വാളുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന വൃഷഭപതിയുടെയും വെളിച്ചപ്പാടന്മാരുടെയും സകലവരുടെയും തലയങ്ങടെ അരിഞ്ഞോട് കൂടിയിട്ട് ചിരക്കന്തുകളിയിലയ ആ ആദ്യത്തെ പന്തുകളി തുടങ്ങി വെച്ച ആളാണ് അമ്മ. പന്തായിട്ട് തലയങ്ങോട് ഉള്ളുമ്പോൾ കാലുകൊണ്ട് തട്ടി കളിച്ചു ആ രക്തവും മാംസവും ഒക്കെ കുടിച്ചുകൊണ്ട്